ശരണം ശബരിഗിരീശത്തിലേക്ക് സ്വാഗതം തിരുമേനി. സ്വാമി ശരണം. ഈ വൃശ്ചിക മാസം നാവിൽ ശരണമന്ത്രങ്ങൾ ഒഴുകിയെത്തും. ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് ശബരിമല ക്ഷേത്രമാണ്, പൂങ്കാവനമാണ്. അയ്യപ്പനും ഭക്തനും ഒന്നാകുന്ന ഇടമാണ്. ഇനി അങ്ങോട്ട് മണ്ഡലകാലമാണ്. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ എന്നാണ് കവി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഓരോ ഭക്തനും അനുഷ്ഠിക്കേണ്ട നിരവധി കാര്യങ്ങളാണ് ഉള്ളത്, ആചാരം അനുസരിച്ചുകൊണ്ട് തന്നെ. അതിൻ്റെ ആദ്യഘട്ടമാണ് അതിൽ വ്രതമെടുക്കുക എന്നുള്ളത്. മുദ്രാധാരണത്തോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. സ്വാമി ശരണമായിക്കോട്ടെ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ശരണം ശബരീശത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ഈ മണ്ഡലമാസ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ശബരിമല അയ്യപ്പനെക്കുറിച്ചും അവിടുത്തെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമെല്ലാം എനിക്ക് സംവദിക്കുവാൻ, എനിക്ക് ഉള്ള എളിയ അറിവുകൾ പങ്കുവെക്കുവാനും അനവധി അവസരങ്ങൾ SCVയിലൂടെ വന്നിട്ടുണ്ട്. ഇത്തവണയും ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ശരണം വിളിയുടെ നാളുകളാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളും സ്വാമിയേ എന്ന ശബ്ദം കേട്ടാൽ അയ്യപ്പോ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനിയുള്ള ഏകദേശം ഒരു 3 മാസക്കാലത്തോളം. അതിലെടുത്തു പറയേണ്ടത് ശബരിമലയിലെ വ്രതാനുഷ്ഠാനങ്ങൾ തന്നെയാണ്. ശബരിമലയല്ലാതെ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹൈന്ദവ ആരാധനാലയങ്ങളിലും മണ്ഡലപൂജയും മണ്ഡലമാസ വ്രതങ്ങളും എല്ലാം അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശബരിമല മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആരാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ്, ഒരു കാനന ക്ഷേത്രം കൂടിയാണ്. അവിടത്തേക്ക് ദർശനത്തിനായി ഒരു മണ്ഡലകാലം 41 ദിനങ്ങളിൽ വ്രതമെടുത്ത് പോകുക എന്നുള്ളതാണ് ഒരു വിശ്വാസം. ആ വ്രതം തുടങ്ങുന്നത് വൃശ്ചികം 1 ദർശനത്തിന് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനും 41 ദിനങ്ങൾക്ക് മുമ്പ് തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയായി. അനുഷ്ഠാനം തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു ഗുരുസ്വാമിയുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അങ്ങനെ ദൈവികമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഭഗവാന്റെ മുദ്രയുള്ള, ഭഗവാന്റെ ചിത്രമാലേഖനം ചെയ്ത ഒരു തുളസിമാല അല്ലെങ്കിൽ രുദ്രാക്ഷമോ ഭദ്രാക്ഷത്തിലുള്ള ഒരു മണിമാല പൂജിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ വ്രതശുദ്ധിയോടുകൂടി പൂർത്തീകരിച്ച് ആ ഭഗവത് ദർശനം എനിക്ക് കിട്ടണമേ എന്ന ആ ദർശന സായുജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ധരിക്കുന്നതാണ് മുദ്രധാരണം എന്നുദ്ദേശിക്കുന്നത്. ഈ മാല ഇടുന്നതിന് ചിലർ പ്രത്യേക ദിവസങ്ങളൊക്കെ നോക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങൾ നോക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ചില ദേശാചാരങ്ങളിൽ ചിലർ ശനിയാഴ്ചയും ബുധനാഴ്ചയും അയ്യപ്പന് കൂടുതൽ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്, അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ കർത്തവാവ് ചതുർത്ഥി എന്നുള്ള ദിനങ്ങളെല്ലാം ചിലർ വർജിക്കാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഉത്തര നക്ഷത്രം എടുക്കാറുണ്ട്. ഉത്തര നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട്, ശനിയാഴ്ച ബുധനാഴ്ച പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള ദിനങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്നു, സങ്കല്പിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളുപരി നമ്മൾ ആ വ്രതം തുടങ്ങുന്ന അന്ന് തന്നെ അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ തയ്യാറാകുക, നിറഞ്ഞ മനസ്സോടെ ഭഗവാനെ ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ധരിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ മന്ത്രം ചൊല്ലണോ ആ സമയത്ത്? മുദ്രധാരണത്തിന് വേണ്ടി ചിന്മുദ്ര അങ്കിതമായിട്ടുള്ള അതിനെ സങ്കല്പിക്കുന്ന ഒരു മന്ത്രമുണ്ട്. പിന്നെ അതും ഈ ദേശാചാരം അനുസരിച്ചിട്ടാണ്. ഓരോ നാട്ടിലും ഓരോ മന്ത്രങ്ങളും ഓരോ ഭജനങ്ങളും. ചിലർ ഒന്നുമില്ല, ശരണം വിളിയിലൂടെ മാത്രവും മുദ്ര ധരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചിലയിടങ്ങളിലൊക്കെ മുദ്രാധാരണം കഴിഞ്ഞാൽ അത് കറുപ്പുടുത്ത് അല്ല നീലവസ്ത്രം ധരിച്ച് പിന്നെ പാദരക്ഷകളൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പോലും മാറി നിന്ന് പ്രത്യേകമായിട്ടും താമസിക്കുക, സ്വയം പാകം ചെയ്ത് കഴിക്കുക,
ഇങ്ങനെയൊക്കെ ഓരോ കേന്ദ്രങ്ങളായി മാറുന്നു. അത് പഴയ കാലത്തെ നമ്മുടെ കേരളത്തിലും അത് അനുഷ്ഠിച്ചു വന്നിരുന്നു. ഇപ്പോൾ കേരളത്തിലും നമുക്കറിയാം, ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലും തന്നെ 3 രീതിയിലാണ് ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കുന്നത്. അത് പലതിനും വ്യത്യാസങ്ങളുണ്ട്. ചിലതിനൊക്കെ തമ്മിൽ ബന്ധവും കാണാറുണ്ട്. ചില നാട്ടിൽ ഈ പറഞ്ഞതുപോലെ കറുപ്പ് വസ്ത്രം ധരിക്കുക, ഏതെങ്കിലും പ്രത്യേകമായ ഭജന സങ്കേതങ്ങൾ, ഭജന മഠങ്ങളായി രൂപീകരിച്ച് അവിടെ വസിക്കുക, വീട്ടിൽ നിന്ന് പോലും അശുദ്ധി ഒരു കാരണവശാലും ബാധിക്കാതിരിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും സങ്കേതങ്ങൾ താമസിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. തെക്കൻ നാട്ടിലോട്ട് അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാറില്ല. എങ്കിലും വ്രതവും അനുഷ്ഠാനവുമല്ല പൂർണ്ണമായി പാലിക്കാറുണ്ട്. അത് അനുഷ്ഠാനങ്ങൾക്കും ആചരണങ്ങൾക്കുമെല്ലാം ഈ ദേശാചാരങ്ങൾ വിഭിന്നമാണ്. അതനുസരിച്ചിട്ടാണ് പാലിച്ചു വരുന്നത്. പിന്നെ പല ഭക്തന്മാർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഈ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു മരണ വീട്ടിലോ മറ്റോ പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം പുലവാലായ്മകൾ ആചരിക്കപ്പെടുന്നതാണ് നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിൽ നിലനിൽക്കുന്നൊരു വിശ്വാസം. പുലയും വാലായ്മയും ഉള്ള സ്ഥലത്തേക്ക് മുദ്ര ധരിച്ചുകൊണ്ട് പോകാറില്ല. അതാണ് സത്യം. ഇനി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കണം? ഏതെങ്കിലും കാരണവശാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അങ്ങനെ പോകേണ്ടി വന്നാൽ മുദ്ര ഊരി മാറ്റിയിട്ട് ആ സങ്കേതത്തിൽ പോവുകയും തിരിച്ചു വന്ന് വീണ്ടും മുദ്ര ധരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പുലയുള്ള ഒരാളാണെന്നുണ്ട്, പുലയുള്ളവരാണെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ പുലയുള്ള സ്ഥലത്ത് പോകുമ്പോൾ മുദ്ര ധരിക്കാറില്ല. പുലയുള്ളവർക്ക് നമുക്ക് പുല ആചരിക്കുന്ന ദിവസം മുതൽ മുദ്ര മാറ്റിവെക്കുകയും പുല കഴിഞ്ഞ ശേഷം വീണ്ടും മുദ്ര ധരിച്ച് വ്രതം ഒന്നേന്ന് ആവർത്തിക്കാവുന്നതാണ്. അല്ലാതെ അക്കൊല്ലത്തെ ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന് നമ്മുടെ കേരള വിശ്വാസത്തിലില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ആചാരക്രമങ്ങളനുസരിച്ചിട്ട് ഒരു വർഷക്കാലം ക്ഷേത്രങ്ങളിൽ പോകാറില്ല, പൊങ്കാലയിടാറില്ല. അതേപോലെ തന്നെ ശബരിമല ദർശനത്തിനും പോകാറില്ല എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ കേരളത്തിലത് ആചരണീയമല്ല, അങ്ങനെ നോക്കാറുമില്ല. ഈ പിന്നെ അതുപോലെ തന്നെ മാലയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കഠിനമായ വ്രതമാണ് ആവശ്യം. അതെ, 41 ദിവസം മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. മലകയറ്റത്തിനൊക്കെ അതൊക്കെ വലിയ അതെ തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഹൈന്ദവ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഒരു ശാസ്ത്രീയത ഉൾക്കൊള്ളുന്നതാണ്. ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒന്നും തന്നെ നമ്മുടെ ആചാരങ്ങളിലില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയതയില്ലാത്ത വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളെന്നോ അനാചാരങ്ങളെന്നോ നമുക്ക് പറയേണ്ടി വരുന്നത്. ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുകയാണ്. കാര്യം അതിലേറ്റവും പ്രാധാന്യം ക്ഷമ എന്നുള്ളതാണ്. ഒരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ആ വ്രതവും അനുഷ്ഠാനവും പൂർത്തീകരിച്ച് അനവധി കാര്യങ്ങളുണ്ട്. അത് ക്ഷമയെക്കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞത്, ശബരിമലയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 10ഉം 15ഉം ഒരുപക്ഷെ 20 മണിക്കൂറുകൾ വരെ അവിടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ മനുഷ്യ സഹജമായിട്ട് മനസ്സിലുണ്ടാകുന്ന ദേഷ്യമെന്ന വികാരം അല്ലെങ്കിൽ അക്ഷമ എന്ന് പറയുന്ന വികാരമൊക്കെ ഒരുപക്ഷെ അത് നല്ലതായി അവിടെ ഭവിക്കണമെന്നില്ല. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന സ്ഥലമാണ്. കാര്യം നമുക്കറിയാം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഭക്തൻ ഭഗവാൻ തന്നെയാണ്, നമ്മളും ഭഗവാൻ തന്നെയാണ്, അങ്ങനെ പരിണമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷമ തന്നെ ഈ വ്രതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. അതേപോലെ പരസ്പര സ്നേഹം, സത്യം, ധർമ്മം, ഇതെല്ലാം നമ്മൾ പാലിക്കണം. അവനവൻ നടത്തപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധതയോട് ചെയ്യുക, മറ്റുള്ള സഹജീവികളോടുള്ള സ്നേഹം, ഇതെല്ലാം വ്രതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക, നിത്യവും കുളിക്കുക എന്നുള്ളതെല്ലാം ഉണ്ട്. അതിനപ്പുറത്ത് ഇങ്ങനെയുള്ള ചില നിയമങ്ങളിലൂടെ പാലിച്ചാൽ മാത്രമേ വ്രതം പൂർണ്ണമാവുകയുള്ളൂ. ഈ പുലർച്ചെ തന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പ്രത്യേക പൂജ നടത്തണോ മാലയിട്ട് കഴിയുമ്പോൾ? പൂജയല്ല, നമ്മൾ പുലർച്ചെ കുളി കഴിഞ്ഞ് വന്നാൽ ഭഗവാനെ സ്മരിച്ച് നമ്മുടെ ഭരദേവതമാരെയും നമ്മുടെ ഗുരുക്കന്മാരെയും അതേപോലെ അയ്യപ്പനെയും ഒക്കെ ഭജിച്ച് ശരണം വിളിച്ച് നമ്മുടെ വീട്ടിൽ പൂജാ സംവിധാനങ്ങളുണ്ടെങ്കിൽ അവിടെ യഥാശക്തിക്ക് നമ്മൾ പൂജയോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ജപിക്കുക. അതില്ലാത്തവർ അടുത്തുള്ള ക്ഷേത്രത്തിലോ അതേപോലെ ഈ ഗുരുസ്വാമിമാർ തീരുമാനിക്കപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ടാവും, അങ്ങനെ ഭജന മഠങ്ങളൊക്കെ അവിടെ എവിടെയെങ്കിലും പോയി ശരണം വിളിയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് വൈകുന്നേരവും 2 നേരവും വേണം. 2 സന്ധ്യകളിലും, പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും ഇത് അനുഷ്ഠിക്കണം. കാരണം നമ്മളെ മനസ്സ് മുഴുവൻ പൂർണ്ണമായി ഭഗവാനിലോട്ട് അർപ്പിക്കുകയാണ്. അതേപോലെ ശരീരശുദ്ധി വരുത്തുന്നതിനും കൂടിയാണ് ഈ കുളി.
രണ്ടു നേരവും കുളിച്ച് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമർപ്പണം ആ ഭഗവാനിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതിനിടയ്ക്കാണ് നമുക്ക് എന്തെങ്കിലും ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ജോലിക്കൊക്കെ പോകാതിരിക്കാൻ പറ്റില്ല. അതിന് പോകുന്നവർ അവിടെ ചെന്നാൽ പോലും നമ്മൾ പരമാവധി ശുദ്ധം പരിപാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ കാലഗതിക്ക് അനുസരിച്ചിട്ടുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മോചനം കൂടിയാണ് വൈകുന്നേരത്തെ കൂടി വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ ജോലി സ്ഥലത്തുമൊക്കെ പോകും, പലരെയും നമുക്ക് സ്പർശിക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ മത്സ്യമാംസങ്ങൾ നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ കഴിക്കുന്നവരെയൊക്കെ നമുക്ക് സ്പർശിക്കേണ്ടി വരും. അതിലൊക്കെ അതെല്ലാം നമുക്കത് ഒരു നിയമമായിട്ട് നമുക്ക് കണക്കാക്കുക. അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് വൈകുന്നേരത്തെ കുടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ വ്രതമെടുക്കുന്ന ആ സമയത്ത് ഭക്ഷണ കാര്യങ്ങളിലുമൊക്കെ ഒരു പ്രത്യേക ചിട്ട പാലിക്കണമല്ലോ. ഏത് തരത്തിലുള്ള കാരണം മിതമായ ഭക്ഷണം, അതെ, മിതമായ ഉപവാസത്തിനനുസൃതമായ ഭക്ഷണം കഴിക്കുക. തീർച്ചയായിട്ടും സസ്യഭുക്കുകളാകുക. മാംസം, മത്സ്യം ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. അതേപോലെ മദ്യം, ലഹരി പദാർത്ഥങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏകാഗ്രത ലഭിക്കുവാൻ തികച്ചും ലാളിത്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അയ്യപ്പ സഹസ്രനാമം ചൊല്ലുന്നതും ഏറ്റവും അഭികാമ്യമായി. തീർച്ചയായിട്ടും അതെ, അയ്യപ്പ സഹസ്രനാമം ചൊല്ലാം, അയ്യപ്പൻ്റെ അഷ്ടോത്തര ശതങ്ങൾ ചൊല്ലാം. ഇതൊന്നും ഒരുപക്ഷെ സമയം ലഭിക്കണമെന്നില്ല, ജോലിക്ക് പോകുന്നവർക്കൊക്കെ അത് സാധിക്കില്ല. അങ്ങനെയുള്ളവർ സ്വാമിയേ ശരണമയ്യപ്പ അല്ലെങ്കിൽ ഭൂതനാഥ സദാനന്ദ എന്നുള്ള ദയാപര രക്ഷരക്ഷ മഹാബാഹോ അതൊക്കെ നമ്മൾ ജപിക്കുക. നമ്മളെക്കൊണ്ട് യഥാശക്തി അറിയുന്നത് ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചെയ്യുക. ഒരുപാട് ഹവനാദികളിലൊന്നും പോകാതെ ചെയ്യുന്നത് ആത്മസമർപ്പണത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ, അക്ഷരശുദ്ധിയോടെ, സ്ഫുടതയോടെ ജപിക്കാൻ ശ്രമിക്കുക. ഈ മാലയിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് മാലയിട്ടിരിക്കുന്ന ഒരു ഭക്തൻ, അപ്പോൾ ആ വീട്ടിലുള്ളവരും മുഴുവനായിട്ടും വ്രതമെടുക്കണം. തീർച്ചയായിട്ടും അതാണല്ലോ ഉത്തമം. കാരണം ഒരു അയ്യപ്പൻ മാലയിട്ട് കഴിഞ്ഞാൽ ആ ഭക്തൻ അയ്യപ്പനായി പരിണമിക്കുകയാണ്. ഒരു അയ്യപ്പൻ വീട്ടിലുള്ളപ്പോൾ മറ്റുള്ളവരും വ്രതശുദ്ധി പാലിച്ചാൽ ആ അയ്യപ്പന് ആ വ്രതം ഭംഗം കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കും. മറ്റുള്ളവർ വ്രതശുദ്ധി ഇല്ലാതെ, നമുക്കറിയാം, നമ്മൾ മാല മുദ്ര ധരിച്ച് അയ്യപ്പനായി എവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർ മത്സ്യമാംസാദികളുമെല്ലാം കഴിച്ച് ആ ഭവനം അശുദ്ധിപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിലും ആ വ്രത ഭംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശുദ്ധവും വൃത്തിയുമെല്ലാം പാലിച്ച് അദ്ദേഹത്തിൻ്റെ വ്രതം തീരുന്നത് വരെ, ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അവരും തീർച്ചയായിട്ടും ആ ഭവനം മറ്റൊരു അയ്യപ്പ ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഒരു ആത്മ സമർപ്പണമായിട്ട് എല്ലാവരും അത് സ്വീകരിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഈ അമ്പലത്തിൽ ദിവസവും പോകണമെന്നില്ല, വീട് തന്നെ അയ്യപ്പനായി മാറ്റുക. അതേ ഒരു പക്ഷേ ശബരിമലയ്ക്ക് മുദ്ര ധരിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ഹിന്ദു ഭവനങ്ങളെല്ലാം ഈ മണ്ഡലകാലം ക്ഷേത്രമായി തന്നെ വീടുകൾ നമുക്ക് മാറ്റിയെടുക്കുക. കാരണം നമുക്കറിയാമല്ലോ, സനാതന ധർമ്മത്തിൽ അങ്ങേയറ്റം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ജനങ്ങൾ മുഴുവൻ കൊണ്ടാടുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലമാസകാലം. അപ്പം അതിനകത്ത് നമ്മളും പങ്കാളികളായി ആ നിത്യവും സന്ധ്യാദീപം തെളിയിക്കുക, നാമജപങ്ങൾ നടത്തുക. വിശിഷ്യ ഒരു അയ്യപ്പൻ അവിടെ ഉണ്ട്, മാല ധരിച്ചൊരു അയ്യപ്പൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ശരണം വിളിക്കുക, ഈ ഭജനകൾ നടത്തുക, നാമം ജപിക്കുക. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ അവസരത്തിൽ ദാനധർമാദികളും തീർച്ചയായിട്ടും അത് ദാനധർമ്മങ്ങളെല്ലാം തന്നെ ഉപവാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്രതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുപോലെ തന്നെ ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോൾ വൃശ്ചിക 1 ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് 41 ദിവസത്തെ മുൻപേ എടുക്കണം. അപ്പം തുലാമാസത്തിന് തൊട്ട് മുൻപേ തന്നെ മാലയിടണം. അതെ, അങ്ങനെ ചെയ്യുന്ന ധാരാളം ഭക്തന്മാരുണ്ട്. അല്ല, ഈ പലരുടെയും കണക്കുകൂട്ടൽ വരുന്നത് വൃശ്ചിക മാസമാണ്, അന്നാണ് മാലയിടുന്നത്. അതല്ല, അത് ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടാവാം. പിന്നെ അത് നമ്മൾ ലോപിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ നമ്മൾ ഈ 1 ദിവസത്തെ 2 ദിവസം വ്രതം എടുത്ത് പോകുന്ന ധാരാളം പേര് ഒരുപക്ഷെ കണ്ടെന്നിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിഗിരി വാസനെ അവിടെ ചെന്ന് ദർശന സായുജ്യം അടയുവാൻ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് ഒരു മണ്ഡല വ്രതമെടുത്ത് പോവുക. ഒരു മണ്ഡല വ്രതമെടുത്ത് ഇരുമുടി കെട്ടുമേന്തി കാനനപാതയിലൂടെ സർവ്വതും ത്യജിച്ചുകൊണ്ട്, ലൗകികമായ എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് ആ ഭഗവാനെ ചെന്ന് ദർശിക്കുക എന്നുള്ളതാണ് ഉത്തമമായ ഒരു ഭക്തിമാർഗം. പക്ഷേ അതിന് നമ്മൾ
വെള്ളം ചേർക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഒരാഴ്ചത്തെ വ്രതം എടുത്ത് പോവുക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്തു വരുന്നത്. അതൊരു പക്ഷേ അത് തന്നെയാണല്ലോ നമ്മൾ ഇന്നത്തെ നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ആരാധനകളിലും എല്ലാം തന്നെ ഓരോ രീതിയിലുള്ള ലോപങ്ങൾ വരുത്തിയതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഒരു പരിധിവരെ ഇവിടുത്തെ, ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ അസമാധാനത്തിനും അശാന്തിക്കുമൊക്കെ കാരണവും ഒരു പക്ഷേ അതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വൃശ്ചികം 1-ാം തീയതി മാല ഇട്ടാൽ പോലും മണ്ഡല കാലത്തിൻ്റെ പരിസമാപ്തിയിൽ 41 ദിവസം കഴിയണമല്ലോ, മണ്ഡലകാലമല്ല. അതുകൊണ്ടാണ് ശബരിമലയിലെ ഒരു വിശ്വാസം എല്ലാ സംക്രമ ദിനങ്ങളിലും അവിടെ പൂജയാണ് വിധിച്ചിട്ടുള്ളത്. എല്ലാ സംക്രമത്തിനും ഓരോ മാസത്തിലും സംക്രമമുണ്ട്. ചിങ്ങമാസത്തിലുമുണ്ട്, കന്നിമാസത്തിലുമുണ്ട്, അങ്ങനെ എല്ലാ മാസത്തിലുമുണ്ട്. അതിൽ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന മകരസംക്രമത്തിന് പ്രാധാന്യം കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വൃശ്ചികം 1-ന് മാലയിടുന്ന ഒരു വ്യക്തിക്ക് മകരസംക്രമ ദിനത്തിൽ പൂജയ്ക്ക് പോകാം, അവിടെ ദർശനത്തിന് പോകാം. അപ്പോൾ ഓരോ സംക്രമത്തിനും അവിടെ പൂജ നടക്കുമ്പോൾ ഒരു പക്ഷേ ഈ മണ്ഡലമാസ കാലത്തോ മകര സംക്രമത്തിനോ പോകാൻ സാധിക്കാത്തവർക്ക് എല്ലാ മാസപൂജയുമുണ്ട്. അപ്പോഴും 41 ദിവസം വ്രതമെടുത്ത് അവിടെ പോകാൻ സാധിക്കും. പക്ഷേ കൂടുതലായി ഭക്തന്മാർ ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡല വ്രതം എന്നുള്ളതുകൊണ്ട് മണ്ഡലമാസം ദർശനത്തിനെത്തുന്നവർക്ക്, അവിടെ നടക്കുന്ന ഈ മണ്ഡലപൂജയിൽ പങ്കാളിയാകുന്നവർക്ക് നേരത്തെ വ്രതാനുഷ്ഠാനം തുടങ്ങി ഇരുമുടിയേന്തി പോകുന്നതാണ് അഭികാമ്യം. ഈ മാലയിട്ട് വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ പിന്നെ ധരിക്കുന്ന വസ്ത്രം, ചിലർ കറുപ്പ് ധരിക്കും, ചിലർ നീല, ചിലർ സാധാരണ വെള്ളമുണ്ട് ധരിക്കുന്നവരുണ്ട്. അപ്പം ഏത് വേണം എന്ന് എവിടെയെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ, ചില ദേശങ്ങളിൽ കറുപ്പ് വസ്ത്രം ധരിക്കുന്നത് തന്നെ ഒന്ന് ശനിയുടെ ഒരു അതിദേവനാണ് അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് എന്ന് വിശ്വസിച്ച് വരുന്നുണ്ട്. അപ്പം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള നിറം കൂടിയാണ് കറുപ്പ്. അതുകൊണ്ട് കറുത്ത വസ്ത്രം ധരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിനെല്ലാം ഉപരി ഈ കറുത്ത വസ്ത്രം ചൂടിനെ ആഗിരണം ചെയ്യുന്നു, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കറുപ്പ് വസ്ത്രം ധരിച്ചവിടെ പോകുന്നു എന്നുള്ള വിശ്വാസവുമുണ്ട്. അങ്ങനെ ഉള്ള വസ്ത്രധാരണത്തിലൂടെ പലരും ആ വിശ്വാസം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുഭ്രവസ്ത്രം, ശുദ്ധമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. കറുത്ത വസ്ത്രമായാലും വെളുത്ത വസ്ത്രമായാലും ഒരു പക്ഷേ അതല്ല മറ്റേതെങ്കിലും കളറിലുള്ള വസ്ത്രമായാലും ധരിക്കുന്ന വസ്ത്രം ശുദ്ധവും പവിത്രവുമായിട്ടുള്ളത് ധരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ചില ദേശങ്ങൾക്കനുസൃതമായി കറുത്ത വസ്ത്രം ധരിക്കുകയും ഒക്കെ പ്രാധാന്യമുണ്ട്, അതനുസരിച്ചിട്ടും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഈ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവർ നീല നിർബന്ധമായിട്ടൊരു കറുത്ത വസ്ത്രമാണ് ആണ്. അവർ അവിടുത്തെ, ഞാൻ പറയാം, കേരളത്തിന് പുറത്തുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇതിനെക്കാട്ടിലും കഠിനമാണ്. അവർ പാലിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നേരത്തെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്തന്മാരെല്ലാം മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഏതെങ്കിലും സങ്കേതമുണ്ടാക്കി അവരൊരു ഇടത്താവളമായി കരുതി അവിടെ ഭജനയും അവിടെ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും പാദരക്ഷകളെല്ലാം ഉപേക്ഷിച്ച് വലിയ എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണെങ്കിൽ പോലും കറുത്ത വസ്ത്രം ധരിച്ച് അവരെ ഈ വൈകുന്നേരങ്ങളിൽ സായംസന്ധ്യകളിലെല്ലാം ഈ പറഞ്ഞ താവളത്തിലെ ഭജനയ്ക്ക് അവരെത്തും. അവിടെ വെച്ച് ഭജനയൊക്കെ ചെയ്ത് അയ്യപ്പന് അവിടെ വിളക്കുമൊക്കെ കൊടുത്തി അവിടെ വെച്ച് ആഹാരം സ്വാമിമാർ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് തികച്ചും എന്താ പറയുക ലാളിത്യമുള്ള ഭക്ഷണങ്ങളാണ്. അവിടെ ചപ്പാത്തിയോ അല്ല അങ്ങനെയൊന്നുമില്ല. നമ്മളെ അതായത് വളരെ ലളിതമായ ഭക്ഷണം കഴിച്ച് അവർ ഈ കാലഘട്ടം കഴിച്ചു കൂടുകയാണ്. അതിൻ്റെ ഫലം ഇവിടെ വരുമ്പോഴും ഈ കാനനപ്പാതയിൽ അവർക്ക് കിട്ടുന്ന ഭക്ഷണം അവർ സംതൃപ്തരാണ്. നമുക്ക് ഇന്ന രീതിയിൽ ഭക്ഷണം കിട്ടണമെന്നില്ല, ഏത് കിട്ടിയാലും അവർ സംതൃപ്തരാകാനും സാധാരണ ഞാൻ പറഞ്ഞത് ഇതൊരു പരിശീലനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ശരണം ശബരിഗിരീശം ആദ്യ ഭാഗത്തിലെ മുദ്രാധാരണമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ഈ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കും. സ്വാമിയെ ശരണം അയ്യപ്പ.